I am M.A. Rashid, consultant psychologist and trainer. നമ്മൾ സമൂഹത്തിലേക്ക് ഇടപെടുന്ന ആൾക്കാരാണ്. പല സമയത്തും നമ്മൾ പല ആളുകളെയും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോഴും സമൂഹത്തിൽ സോഷ്യൽ വർക്കേഴ്സ് ആകുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് പലരിൽ നിന്നും പല രീതിയിലുള്ള റെസ്പോൺസ് ആണ് ലഭിക്കാറുള്ളത്. നമ്മളൊരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനെ എപ്പോഴും അത് നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിനും പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതനുസരിച്ച് നമുക്ക് വ്യക്തികളെ, ഓരോ പേഴ്സണാലിറ്റികളെ 3 തരമായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ഇതിൽ ഓരോന്നും നാം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി. ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് അവർ ഒരു ഊതി വീർപ്പിച്ച വ്യക്തിത്വം എന്നൊക്കെ പറയാറുണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും അവർ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു, പെരുപ്പിച്ച് പറയുന്നു. ഉദാഹരണത്തിന് അവരൊരു മെഡിക്കൽ റെപ്പാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ, ചില സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു, എനിക്ക് വളരെ മെച്ചമാണ്, ഞാൻ വളരെ ഉഷാറാണ്, ഞാൻ ആ ക്ലാസ്സിലൊക്കെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ എനിക്ക് ഭംഗി അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം ഈ ആളുകൾക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ഡിഫ്ലേറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ഡിഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരൊരു ആത്മവിശ്വാസം കുറഞ്ഞ ആളുകളാണ്. അവരെപ്പോഴും ഇങ്ങനെ സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ കുറ്റബോധം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കഴിവില്ല, എന്നെക്കാൾ കഴിവുള്ള ആളുകളാണ് മറ്റുള്ളവരൊക്കെ എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് അവർക്കുള്ളത്. അവരുദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്ന രീതിയിലുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് അവർക്ക് എപ്പോഴും അവതരിപ്പിക്കാനുള്ളത്. ഇനി മറ്റൊരു പേഴ്സണാലിറ്റി, റിയൽ പേഴ്സണാലിറ്റി. റിയൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും സെൽഫ് അസസ്മെന്റ് കൃത്യമായിരിക്കും. ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ ആളുകളാണ് അവർ. അതായത് SWOT അനാലിസിസ് വഴി നമ്മൾ ഓരോ ആളുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവർക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ കഴിവ് ഇതൊക്കെയാണ്, എന്നീ മേഖലയിൽ ഞാൻ ഉഷാറാണ് എന്ന് പറയാനെങ്കിലും അവർ ചെയ്ത് കാണിക്കാൻ അവർ സാധിക്കും. ഇത്തരം ആളുകൾക്ക് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടായിരിക്കും. സ്വന്തത്തിലേക്ക് നോക്കുക. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പ്രവർത്തിക്കുമ്പോഴും എൻ്റെ ലൈഫിൽ ഇതുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം ഗാന്ധിജിയെ കൊണ്ടൊക്കെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം പരമാവധി ഇൻട്രോസ്പെക്ഷനിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം തെറ്റുകൾ തിരുത്താനും സമൂഹത്തിൽ ഇടപെടുമ്പോഴും മറ്റുള്ളവർക്ക് അംഗീകരിക്കാനും ഏതുതരം ആളുകളെയും കോപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് റിയൽ പേഴ്സണാലിറ്റിയിലേക്ക് ആകാം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് അത്തരത്തിലുള്ള ആളുകളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.